ഇക്കുനും പൊന്നുനും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ഷവർമ്മ എന്ന് പറയുന്നത്. എത്ര കൊടുത്താലും കഴിക്കാൻ റെഡി ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു റൊമാനിയൻ റൊട്ടി വെച്ചിട്ട് നോർമൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചപ്പാത്തിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ മേടിച്ചില്ല, അതിന് പകരം ഞാൻ ഹാഫ് അൽഫാം മേടിച്ചു. അതാകുമ്പം കുറച്ചും കൂടി ഈസി ആണല്ലോ. അപ്പോൾ അത് കുറച്ച് നുള്ളി നുള്ളി ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ മേടിച്ച് കുക്ക് ചെയ്യണം, ടൈം ഒരുപാടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് ഒന്ന് ബട്ടറിനകത്തൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വഴണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഞാൻ കുറച്ച് ക്യാബേജും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതും മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 2 മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. മുട്ട ഒരുപാടൊന്ന് കുക്കാവേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ മുട്ട ചിക്കിയത്, പിന്നെ നമ്മൾ അൽഫാം നുള്ളി വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഞാൻ ഉപ്പും, അത് വീഡിയോയിലില്ല കേട്ടോ, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇതിൻ്റെ മേളിൽ ഇടുന്നുണ്ടായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് പുളിപ്പ് അനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഞാൻ മയണൈസായിട്ടോ ചേർക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം, ഹെൽത്തി ആണെന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല, കൊടുക്കാൻ ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് മയണൈസിൻ്റെ ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നല്ല മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചപ്പാത്തിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തി ഒന്ന് ചൂടാക്കണം. ഒരുപാടൊന്ന് മൊരിയിച്ച് ചപ്പാത്തി ആക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മാവൊന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മയണൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ, ചപ്പാത്തിയുടെ മുകളിൽ ഇതെല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി. എന്നിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ സാധനം കൂടി അതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നീളത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റിയോടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെറി ഈസിയാണ്, ഒന്ന് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഷവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പൊന്നുവിനെ വിളിക്കാൻ പപ്പ വന്നപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ പപ്പയും കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഓരോന്നൊക്കെ വെച്ച് കഴിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.